ഹലോ, പ്രേമം ഓഡിയോ സീരീസിൻ്റെ 181-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറച്ച് സമയം സിദ്ധാർത്ഥിനെ തന്നെ നോക്കി നിന്നതിന് ശേഷം നീലിമ അവനോട് ചോദിച്ചു, സിദ്ധാർത്ഥ്, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ തമ്മിൽ ഒരിക്കലും സെറ്റാകാൻ പോകുന്നില്ലെന്ന്. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ലായിരുന്നു. ഇത് ഞാനായിട്ട് പറഞ്ഞതല്ല, നിങ്ങളുടെ വീട്ടുകാരെല്ലാവരും പറഞ്ഞതാണ്. എന്നിട്ടും എന്തിനാ നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് എന്നോട് സത്യമായിട്ടും എന്ത് തരത്തിലുള്ള വികാരമാണ് നിങ്ങൾക്ക് എന്നോടുള്ളത് എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ചോദിച്ചില്ലേ ഞാൻ നിൻ്റെ ആരാണെന്ന് നിനക്കറിയാമെന്ന്. സത്യമായും എനിക്കറിയില്ല. നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ ഞാൻ നിങ്ങളുടെ ആരാണെന്ന്? നീലിമ നിസ്സഹായതയോടെയാണ് അത് പറഞ്ഞത്. അവൾക്ക് നല്ല വിഷമം വന്നിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല. നിങ്ങളുടെ അമ്മ ആ കാര്യം മുൻപ് സംസാരിച്ചതുമാണ്. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയും വന്നാൽ അത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കും. ലാവണ്യയുമായി നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ ഒരു സമയം വീണ്ടും ഞാനും എൻ്റെ കുഞ്ഞും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഒന്ന് മനസ്സിലാക്ക്. നീലിമ പറഞ്ഞു നിർത്തി. അപ്പോഴെല്ലാം സിദ്ധാർത്ഥ് അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവനെ കൈവിട്ട് കളഞ്ഞ എന്തോ ഒരു വലിയ നിധി കയ്യിൽ കിട്ടിയതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. അവളെ ഇനി വിട്ടുകളയില്ലെന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നു. സിദ്ധാർത്ഥ് നീലിമയുടെ അരികിലേക്ക് നടന്നു. അവൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. മുൻപ് അവൻ്റെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ സിദ്ധാർത്ഥ് ഇങ്ങനെ നടന്നു വന്നതല്ല, അവളെ ചുംബിക്കാൻ വേണ്ടിയായിരുന്നു. ആ ഒരു പ്രവൃത്തി വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയാണോ നീലിമയുടെ അടുത്തേക്ക് വരുന്നതെന്ന് അവൾക്ക് സംശയം തോന്നി. അവൾ ഉടനെ അവനോട് പറഞ്ഞു, സിദ്ധാർത്ഥ് എന്തായി കാണിക്കുന്നത്? നിങ്ങൾ അവിടെ നിന്നാൽ മതി, ഇങ്ങോട്ടേക്ക് വരണ്ട. നീലിമ പറഞ്ഞത് കേട്ട് അവൻ ചിരിയോടെ അവളെ നോക്കി. ഞാനെന്ത് കാണിച്ചെന്നാണ് നിൻ്റെ അരികിലേക്ക് നടന്നു വരാൻ ശ്രമിച്ചതിന് ഇങ്ങനെ പേടിക്കണോ? നിനക്ക് ഇത്രയും പേടിയുണ്ടായിട്ടാണോ എൻ്റെ അരികിൽ നിന്ന് ഓടിപ്പോവാൻ ശ്രമിച്ചത്? എന്തായാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കുമെന്ന് നിനക്കറിയാലോ. മാത്രമല്ല, നീ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ നല്ല പണിഷ്മെൻറ്റ് തരുമെന്ന് നിനക്കുറപ്പാ. പിന്നെ എന്തിനാ ഇങ്ങനെ ഓടിപ്പോവാൻ നോക്കിയത്? ഇപ്പോൾ നീ എൻ്റെ കയ്യിലല്ലേ വന്ന് പെട്ടത്. എന്തിനാ നീ ഓടിപ്പോവാൻ നോക്കിയത്? എൻ്റെ കയ്യിലല്ലേ വന്ന് പെട്ടത്. അവൻ പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് ഭയം തോന്നി തുടങ്ങി. അവൾ അവൻ്റെ നേർക്ക് ഭയത്തോടെ നോക്കി. അവളുടെ നോട്ടം കണ്ട് അവന് സങ്കടം തോന്നിയെങ്കിലും ഇനിയൊരിക്കലും അവൾ എൻ്റെ അരികിൽ നിന്ന് ഓടിപ്പോകരുതെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. അതിനായി അവളെ സ്വന്തമാക്കുക മാത്രമാണ് തീരുമാനമെന്നും അവൾ തീരുമാനിച്ചു. അവൻ്റെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ഓരോ അടി മുന്നോട്ട് വയ്ക്കും തോറും നീലിമ പിന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവൾക്ക് ആ മുറിയിൽ നിന്നും ഇറങ്ങി ഓടണമെന്നുണ്ടെങ്കിലും ആ മുറി അകത്തു നിന്ന് അടച്ചതുകൊണ്ട് അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവൾ സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് നോക്കി. നോക്കൂ സിദ്ധാർത്ഥ്, ഇതെല്ലാം കുറച്ച് ഓവറാണ്. നമ്മൾ എഗ്രിമെൻ്റ് പ്രകാരം വിവാഹം ചെയ്തു എന്ന് വെച്ച് എൻ്റെ മേലിൽ അധികാരമെടുക്കരുത്. നിങ്ങളുടെ വീട്ടിലായിരുന്നപ്പോൾ നിങ്ങൾ അത്തരം അധികാരം ഒരുപാട് എടുത്തിട്ടുണ്ട്. എനിക്ക് അതെല്ലാം ഇഷ്ടം അല്ലാഞ്ഞിട്ട് കൂടി ഞാനത് സഹിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇനി സഹിക്കില്ല. സത്യമായും എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ അരികിലേക്ക് വന്നാൽ സത്യമായിട്ടും ഞാൻ നിങ്ങളെ ഉപദ്രവിക്കും. എന്നെ കൊണ്ട് വെറുതെ അത് ചെയ്യിക്കരുത്, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് അത് കേട്ട് ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു, നിൻ്റെ ഇപ്പോഴത്തെ വാശി കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഈ മുറിയിൽ വെച്ച് എനിക്ക് വേണമെങ്കിൽ നിന്നെ എന്തും ചെയ്യാം. പുറത്തേക്ക് ഓടിപ്പോകാൻ പോലും പറ്റില്ല. മാത്രമല്ല, ഈ ഹോട്ടലിൽ നിന്ന് ഞാൻ അറിയാതെ ഒരു ഈച്ച പോലും പുറത്തേക്ക് കടക്കില്ല. എന്ത് കഷ്ടാണല്ലേ. എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ട് ഒടുവിൽ വന്ന് പെട്ടതും എൻ്റെ അടുത്ത് തന്നെ. ഇനി എന്തായാലും ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. അവൻ കൂടുതൽ അവളോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചു. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എനിക്ക് പോകണം. ഞാൻ വന്നത് എൻ്റെ മോനെ കൂട്ടിക്കൊണ്ട് പോകാൻ മാത്രമാണ്. അവനെ എൻ്റെ കൂടെ വിട്ടാൽ ഞാനങ്ങ് പോകും. അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എടുക്കാൻ നിൽക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ പോലെ സഹിച്ചു നിൽക്കാൻ
നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന് വാശി കൂടി. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ലായിരുന്നു. നീ എൻ്റെ കൂടെ നിന്നും ഓടിപ്പോയത് ഞാൻ സഹിക്കുമായിരുന്നു. പക്ഷേ നീ തിരിച്ചു വന്നപ്പോൾ മുതൽ ഒരുമാതിരി വാശി കാണിക്കുമുണ്ടല്ലോ. എന്നെ അങ്ങ് തോൽപ്പിച്ചതുപോലെയുണ്ട്. അത് വേണ്ട, എന്നെ ഈ നാട് മൊത്തമിട്ട് വട്ടം കറക്കിയ ആളാണ് നീ. എനിക്ക് വട്ടാണെന്ന് വരെ ആളുകൾ പറയാൻ തുടങ്ങിയിരുന്നു. ഫുഡ് പോലും കഴിക്കാതെയാണ് ഞാൻ നിന്നെ തിരഞ്ഞു നടന്നിറങ്ങിയിരുന്നത്. എനിക്ക് നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് മിണ്ടാതെ സഹിച്ചു നിന്നാൽ മതി. ഓടിപ്പോകാൻ നോക്കിയിട്ട് പെട്ടുപോയതല്ലേ, സഹിച്ചോ. സിദ്ധാർത്ഥ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവളുടെ തൊട്ടരികിൽ പോയി ചുമരിൽ ചാരി. സിദ്ധാർത്ഥ് 2 കൈയും കൊണ്ട് അവളുടെ ഇരുവശത്തുമുള്ള ചുമരിൽ പിടിച്ചു. ഇപ്പോഴും ഓടിപ്പോകാൻ തോന്നുന്നുണ്ടോ നിനക്ക്? അത്രയും മാത്രമായി ചോദിച്ചപ്പോൾ തന്നെ അവനോടുള്ള സ്നേഹം നീലിമയുടെ ഉള്ളിൽ നിറയുന്നതായി അവൾക്ക് തോന്നി. അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഒരു നിമിഷം സിദ്ധാർത്ഥും അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. അവന് അതുവരെ താൻ അനുഭവിച്ച സങ്കടങ്ങളെല്ലാം മറന്നു പോകുന്നതായി തോന്നി. അവളോട് ഇപ്പോൾ യാതൊരു ദേഷ്യവും അവന് തോന്നിയില്ല. അവളുടെ മുഖം അത്രത്തോളം നിഷ്കളങ്കമായിരുന്നു. അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. നീലിമ ഒന്ന് കുതറാൻ ശ്രമിച്ചുവെങ്കിലും അവൾക്ക് അവനെ തടയാൻ സാധിച്ചില്ല. സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിനോട് ചേർന്ന് നീലിമ നിന്നു. അവൻ്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണമെന്ന് മാത്രമേ അവളുടെ ചിന്തകളിൽ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവനോട് അവൾക്ക് അത്രമാത്രം സ്നേഹമുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് ആ മുറിയിൽ ഒരുപാട് നേരം ചെലവഴിച്ചാൽ ശരിയാവില്ലെന്ന് അവൾക്ക് തോന്നി. നീലിമയും സിദ്ധാർത്ഥും ഒരുമിച്ചിരുന്നപ്പോഴെല്ലാം സംഭവിച്ചതെല്ലാം അവൾക്ക് ഓർമ്മ വന്നു. നീലിമ അവനോട് പറഞ്ഞു, നോക്ക്, എനിക്ക് പോകണം, എന്നെ വിട്. എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്? നിങ്ങളുടെ ജീവിതത്തിന് ചേർന്ന ആളല്ല ഞാനെന്ന് എത്ര വട്ടം പറഞ്ഞതാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റില്ലേ അത്? ഞാൻ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. നിങ്ങളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞും നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ ആളുകൾ എന്തൊക്കെ പറയുമെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടിയാണെന്ന് നാട്ടുകാർ പോലും പറഞ്ഞെന്ന് വരും. എന്തിനാ ഇതെല്ലാം കേൾക്കുന്നത്? എന്നെയും എൻ്റെ മകനെയും അങ്ങ് വിട്ട് കളഞ്ഞൂടെ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് നല്ലതൊന്നും സംഭവിക്കില്ല. ആദ്യം മനസ്സിലാക്ക്. നീലിമ അവൻ്റെ ശരീരത്തിൽ നിന്നും മാറാതെയാണ് അത്രയും പറഞ്ഞത്. ഉടനെ സിദ്ധാർത്ഥ് അവളുടെ മുഖം അവൻ്റെ കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഉണ്ടായിട്ട് എനിക്ക് നല്ലതൊന്നും സംഭവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നീ എന്തായാലും എൻ്റെ അടുത്ത് നിന്ന് ഇനി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. പിന്നെ എൻ്റെ ജീവിതം മോശമാണെന്ന് കരുതിയാണോ നീ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോവാൻ ശ്രമിക്കുന്നത്? അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമ അവൻ്റെ മുഖത്ത് തന്നെ നോക്കി. അതുകൊണ്ട് തന്നെയാണ് ഞാനും മകനും അങ്ങനെ പോകാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കൊരു നല്ല വിവാഹം പോലും നടക്കില്ല സിദ്ധാർത്ഥ്. ഒരു കുഞ്ഞിനെയും കൊണ്ട് അവിവാഹിതയായ ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്നും എന്തിനെല്ലാം ബാധിക്കുമെന്നും നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഇതൊന്നും നിങ്ങൾ ചിന്തിക്കാറില്ലേ? എന്നെ വെറുതെ വിട് പ്ലീസ്, നീലിമ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി. നീ എന്തു പറഞ്ഞാലും ശരി, എൻ്റെ വീട്ടിൽ നിങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. നിങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ വീട് ഉറങ്ങിയതുപോലെയാണുള്ളത്. അല്ല, അതെല്ലാം പോട്ടെ, നീ കുറേ സമയമായല്ലോ എൻ്റെ വിവാഹത്തെപ്പറ്റി സംസാരിക്കുന്നത്. നിനക്ക് നാണമുണ്ടോ എൻ്റെ ഭാര്യയായിട്ടും എൻ്റെ വിവാഹത്തെപ്പറ്റി സംസാരിക്കാൻ? എഗ്രിമെൻ്റ് പ്രകാരം നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്. പിന്നെ വീട്ടുകാർ അറിഞ്ഞ് ഒരു താലി ഞാൻ നിൻ്റെ കഴുത്തിൽ കെട്ടിയിട്ടില്ല. അത് ഞാൻ ഉടനെ കേട്ടുന്നുണ്ട്. എന്തായാലും താലിയുടെ പിൻബലം കൂടി ഉണ്ടെങ്കിൽ നിനക്ക് എൻ്റെ വിവാഹം എന്ന് പറയാൻ കഴിയില്ലല്ലോ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഒരു ഭാര്യയേ ഉള്ളൂ. അതാണിപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി. മറ്റൊരു വിവാഹം എനിക്കിനി ഉണ്ടാവില്ല. അവൻ പറഞ്ഞത് കേട്ട് നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ അതോ മറ്റൊരു വിവാഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ അവൻ ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ അവനെ വിട്ട് എന്നെങ്കിലും ഒരിക്കൽ അവൾക്ക് പോകേണ്ടി വരുമെന്ന് മാത്രം അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവൾ അവനോട് അധികം അടുക്കാൻ തുനിഞ്ഞില്ല.
നോക്ക്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ വീട്ടുകാരറിഞ്ഞ് എൻ്റെ കഴുത്തിലൊരു താലി കെട്ടാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യയായിട്ട് അവരെന്നെ അംഗീകരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് വെറുതെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ അമ്മ ഒരിക്കലും എന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല. അതെങ്ങനെ എനിക്ക് മനസ്സിലായി എന്നൊന്നും ഞാൻ വിശദമായി പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമല്ല. അതൊന്നും മനസ്സിലാക്കേ. എന്തിനാ അവരെയൊക്കെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നിങ്ങൾക്ക് നല്ലൊരു വിവാഹ ജീവിതത്തിനുള്ള അർഹതയുണ്ട്. എന്നെപ്പോലെ ഒരാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിടിച്ചു നിർത്തി അതില്ലാതാക്കരുത്. നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ തന്നെ അത്ഭുതത്തോടെ നോക്കി നിന്നു. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരുപാട് പെൺകുട്ടികളെ അവൻ കണ്ടിട്ടുണ്ട്. ഇത്രയും പണവും അധികാരവും ഉണ്ടായിട്ടും ആ സ്ഥാനത്തിനൊന്നും ഒരു വിലയും കൊടുക്കാതെ ഒട്ടും സ്വാർത്ഥതയില്ലാതെ ചിന്തിക്കാൻ ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അവൻ ചിന്തിച്ചു പോയി. അതോടുകൂടി നീലിമയോടുള്ള ബഹുമാനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ അവളെ സ്വന്തമാക്കണമെന്നുള്ള വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് സിദ്ധാർത്ഥ് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ സകല സ്നേഹവും ആ ചുംബനത്തിൽ ഒതുങ്ങിയിരുന്നു. പെട്ടെന്ന് അവനങ്ങനെ ചെയ്തപ്പോൾ നീലിമയാകെ വല്ലാതെയായി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്താ ഈ കാണിക്കുന്നത്? വേണ്ട, ഇതൊന്നും നമ്മൾ തമ്മിൽ വേണ്ട. ഇനി പറഞ്ഞല്ലോ, വെറുതെ എന്നൊരു പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കരുത്. നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി. എൻ്റെ കൂടെ നിന്നാൽ നിനക്കൊരു പ്രശ്നവും വരില്ല. പക്ഷേ എന്നെ വിട്ട് പോകാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം. ഇനി അങ്ങനെ പോകരുത്, ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ പോട്ടെ, ഇനി നിനക്ക് എന്തെങ്കിലും പണിഷ്മെൻ്റ് തരണമല്ലോ ഞാൻ. ഇന്ന് രാത്രി മുഴുവൻ നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ഇന്ന് എന്നെ സന്തോഷിപ്പിച്ചതിന് ശേഷം മാത്രം നീ ഉറങ്ങിയാൽ മതി, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് നീലിമ ദേഷ്യത്തോടെ അവനെ നോക്കി. നിങ്ങൾ എന്നെപ്പറ്റി ഇങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? നിങ്ങളെ സന്തോഷിപ്പിക്കാനൊന്നും എന്നെ കേട്ടില്ല. അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച പെൺപിള്ളേർ വേറെ ഉണ്ടാകും. എന്നെ ആ കൂട്ടത്തിൽ പെടുത്തേണ്ട, നീലിമ പറഞ്ഞു. അത് കേട്ട സിദ്ധാർത്ഥ് അവളെ നോക്കി. നീ എന്താ പറഞ്ഞു വരുന്നേ? ഇന്നത്തെ രാത്രി മുഴുവൻ എന്നോട് സംസാരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ മറ്റെന്തോണല്ലോ ഉദ്ദേശിക്കുന്നത്. അതെന്താ? സിദ്ധാർത്ഥ അങ്ങനെ ചോദിച്ചപ്പോൾ അവളാകെ വല്ലാതായി. അത് ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. നീലിമ അത് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു. അത് ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ഉടനെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്തായാലും നീ അതെല്ലാം പ്രതീക്ഷിച്ചതല്ലേ, അത് തന്നെ നടക്കട്ടെ, സിദ്ധാർത്ഥ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഓരോന്നായി ഊരാൻ തുടങ്ങി. നീലിമ ആകെ വല്ലാതെയായി. അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വരെ തോന്നി. നീലിമ അവിടെ നിന്ന് ഡോറിൻ്റെ അടുത്തേക്ക് നടക്കാൻ ശ്രമിച്ചുവെങ്കിലും സിദ്ധാർത്ഥ് അവളെ വലിച്ച് ബെഡിനകത്തിട്ടു. പെട്ടെന്നായതുകൊണ്ട് നീലിമയ്ക്ക് അവനെ തടയാൻ സാധിച്ചില്ല. ഭയന്ന് നിൽക്കുകയായിരുന്ന അവളെ നോക്കി അവൻ ഷർട്ടിൻ്റെ മുഴുവൻ ബട്ടണുകളും ഊരി ഷർട്ട് അഴിച്ച് മുറിയുടെ മൂലയിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അവൾക്കരികിലേക്ക് വന്നു. നീലിമ ബെഡിലിരുന്ന് കിതച്ചു. സിദ്ധാർത്ഥ് പ്രണയത്തോടെ നോക്കിക്കൊണ്ട് അവളുടെ തൊട്ടരികിൽ വന്ന് കിടന്നു. നോക്ക്, ഇതൊന്നും വേണ്ട, എനിക്ക് പോണം, നീലിമ വെപ്രാളത്തോടെ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് നിന്നെ വേണം. സിദ്ധാർത്ഥ് അവളുടെ ചെവിയുടെ അരികിൽ ചേർന്ന് നിന്നോടാണ് അത് പറഞ്ഞത്. നീലിമയ്ക്ക് വല്ലാത്ത വെപ്രാളവും ഭയവുമൊക്കെ തോന്നി. പക്ഷേ എന്നിട്ടും അവൾക്ക് അവനെ തടയാൻ സാധിച്ചില്ല.